إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ സർവശക്തനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പിൻപറ്റിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിന് അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ അനുഗ്രഹീതമായ റമളാൻ മാസത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ റമളാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടി അനുസരിച്ച് റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ അതിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വലിയ ശ്രദ്ധയും ആഹ്വാനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട്. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുബശ്ശിറു അസ്ഹാബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. ബിഖുദൂമി ശഹ്രിൽ കരീം, ഈ അനുഗ്രഹീതമായ മാസം സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ ദാ റമളാൻ ആഗതമാവുകയാണ് എന്ന് പറയാറുണ്ട്. വയുബയ്യിനു മാ ഫീ മിൻ അബ്വാബിർ റഹ്മ വൽ മഗ്ഫിറ, ആ മാസത്തിൽ ലഭ്യമാകുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചും പാപമോചനത്തെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. ഫയഖൂൽ, അവിടുന്ന് പറയും, അതാക്കും റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ ആഗതമായിരിക്കുന്നു. ശഹ്റുൻ മുബാറക്, അത് അനുഗ്രഹീതമായ മാസമാകുന്നു. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ആ റമളാൻ മാസത്തിലെ നോമ്പ് അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാകുന്നു അത്. വതുഗ്ലഖു ഫീഹി അബ്വാബു ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാകുന്നു അത്. വതുഗല്ലു ഫീഹി മറദത്തു ശയാതീൻ, ശൈത്താന്മാരുടെ നേതാക്കന്മാരെ ബന്ധനസ്ഥനാക്കപ്പെടുന്ന സമയമാകുന്നു അത്. ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ രാത്രിയുണ്ട്. ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസങ്ങളെക്കാളും അനുഗ്രഹമുള്ള രാത്രിയാകുന്നു. മൻ ഹുരിമ ഖൈറുഹാ, അതിന്റെ ഖൈർ ആർക്കാണോ തടയപ്പെടുന്നത്, ഫഖദ് ഹുരിമ, അവൻ എല്ലാ അനുഗ്രഹവും തടയപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അപ്പോ റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ
അതിന്റെ മാഹാത്മ്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ എന്താണ് പറഞ്ഞത്? ശഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾക്ക് കൂടി വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുന്ന ബറക്കത്തുള്ള ആ മാസമാകുന്നു ഇത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് നോമ്പിന് വേണ്ടി തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അതിന്റെ ഫറലായ നോമ്പുകൾ നിങ്ങൾ ശരിയായ നിലക്ക് നിർവഹിക്കേണ്ടതുണ്ട്. പിന്നെയോ തുഫ്തഹു ഫീ അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അർത്ഥം പറയേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വേറെ ചില വിശദീകരണങ്ങളുണ്ട്. അതെന്താണ്? സ്വർഗത്തിലേക്കുള്ള മനുഷ്യന്റെ അടുപ്പത്തിന് സഹായകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്ന ദിവസങ്ങളാണ് റമദാൻ മാസം. അന്ന് കുഴപ്പങ്ങളും ഫിത്നകളും ഒക്കെ വളരെ കുറവായിരിക്കും. അത് നമ്മളുടെ അനുഭവമാണ്. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ പവിത്രത ആലോചിച്ചുകൊണ്ട് തിന്മകൾ വളരെ കുറയുന്ന കാലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെന്തുകൊണ്ടാണ്? സ്വർഗത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അധ്വാനങ്ങൾ കൂടുകയാണ്, പുണ്യകർമ്മങ്ങൾ വർദ്ധിക്കുകയാണ്, നന്മയെക്കുറിച്ച് മാത്രം മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ തുഗ്ലഖു ഫീഹി അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവാഹം, ആ പ്രയാണം, അതിന് ചെറിയ ഭംഗങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ശൈത്താന്മാരുടെ നായകന്മാർക്കൊക്കെ ചില ബന്ധനസ്ഥനായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ ദുർബോധനങ്ങളും പ്രശ്നങ്ങളും മനുഷ്യന്മാരിൽ സ്വാധീനിക്കാൻ കഴിയാതെയാകുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യൻ നന്മയിലാണ്, അവൻ നിസ്കാരത്തിലാണ്, അവൻ നോമ്പിലാണ്, അവൻ പുണ്യകർമ്മത്തിലാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളിലേക്ക് സ്വാധീനിക്കുവാൻ പൈശാചികമായ പ്രേരണ അവന് സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫീഹി ലൈല, അതിലൊരു രാത്രിയുണ്ട്. ഹിയ ഖൈറും മിനൽ ഫിശർ, അത് 1000 മാസങ്ങളെക്കാളും ഉത്തമമായ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു രാത്രിയിൽ മനുഷ്യൻ ചെയ്യുന്ന പുണ്യത്തിന് 1000 മാസങ്ങളിൽ ചെയ്യുന്ന പുണ്യങ്ങളുടെ ഫലം അല്ലാഹു തആല തരികയാണ്. നമ്മളൊക്കെ ഒരുപാട് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളുള്ള ആളുകളാണ്. നമ്മൾക്കൊക്കെ ഇബാദത്തുകൾ വളരെ കുറവാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ച ഈമാനുള്ളവരായ ആളുകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഔദാര്യമാണ് ഈ പറയുന്ന രാത്രി. ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യങ്ങളിൽ ഒരു മനുഷ്യന്റെ 83 വർഷക്കാലം അധ്വാനിക്കുന്ന അധ്വാനം ഒരൊറ്റ രാത്രിയിൽ ചെയ്യുന്ന പുണ്യം കൊണ്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് പന്നീരാർച്ചം. അപ്പൊ ആ നിലയിൽ എല്ലാം മനുഷ്യന് അനുഗ്രഹ സമ്പൂർണമായിട്ടുള്ള സമയമാകുന്നു ഇത്. അതിന് മുൻകൂട്ടി തന്നെ തയ്യാറായി ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. യുസ്തഫാദു മിൻ ഹദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃകയിൽ നമുക്ക് കിട്ടുന്നു കൈഫ നസ്തഖ്ബിലു റമളാൻ, എങ്ങനെയാണ് നമ്മൾ റമളാനെ വരവേൽക്കേണ്ടത്. ഹൈതു ലാ യകൂനു ഇസ്തിഖ്ബാലു റമളാന ബിൽ ഫറഹിൽ ലാഹിറ ഫഖത്ത്, നമ്മൾ സാധാരണഗതിയിൽ റമളാൻ ആഗതമാകുമ്പോ എല്ലാവരും ഒരു ഒരുങ്ങലാണ്, ഒരുങ്ങി തയ്യാറാവുന്നുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ മിക്കവാറും എന്തടിസ്ഥാനത്തിലുള്ളതാണ്? ഭൗതികമായ അടിസ്ഥാനത്തിലുള്ള. നോമ്പ് എന്ന് പറയുന്ന കാലം വരുമ്പോഴേക്കുമുള്ള അതിന്റെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയും അന്വേഷണങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകൾ മനുഷ്യൻ നടത്താറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ബൽ ബിൽ ഇഖ്ബാലി അല ത്വാഅ, അള്ളാഹുവിനെ വിധേയപ്പെടുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന വിഷയം കൊണ്ടാണ്, ആ നിലക്കാണ് റമളാനെ ഒരാൾ വരവേൽക്കാൻ വേണ്ടി തയ്യാറാകേണ്ടത്. അവനവൻ നിയ്യത്തുകളെ പുതുക്കിക്കൊണ്ടിരിക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ സമയത്തിനുള്ള വില അവൻ മനസ്സിലാക്കുകയും ചെയ്യണം. ആയുസ് എന്ന് പറഞ്ഞാൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് മനുഷ്യന്റെ ആയുസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെ വെച്ചാണ് അവസാനിക്കാൻ ആർക്കും പറയാൻ പറ്റൂല. കിട്ടിയ സമയത്തിൽ പുണ്യം ചെയ്യാൻ പറ്റിയ അവസരങ്ങളെ പരമാവധി മുതലാക്കണം എന്ന ആഹ്വാനം ഇതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശമുണ്ടല്ലോ, അത് അസാസൻ ഫീ വളിൽ ഇസ്തിഅദാദ് ലിറമളാൻ അലാ മൻഹജിൻ ഈമാനിയൻ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ റമളാനിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയുള്ള ഒരാഹ്വാനമാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം.
അങ്ങനെ റമദാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോറ്റിരുന്നു എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു സിയാമ ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. തംഹീദൻ റൂഹിയൻ വഅമലിയൻ ഇൻദ ഇസ്തിഖ്ബാൽ റമദാൻ, റമദാനെ വരവേൽക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമായി റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള റൂഹ് ഒരാത്മീയതയുടെയും അതുപോലെ തന്നെ കർമ്മത്തിന്റെയും ഭാഗമായി ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ട്. ലിയകൂനൽ ഇൻതിഖാലു ഇല സിയാമി ഇൻതിഖാലൻ സലിസൻ ലാ മുഫാജിയൻ, റമദാനിലേക്ക് നേർക്ക് നേരെ അങ്ങോട്ട് കേറുമ്പോ പെട്ടെന്നൊരു നോമ്പ് തുടങ്ങുക എന്നൊരു പ്രയാസമാകാതിരിക്കാൻ വേണ്ടി ശഅബാൻ മാസത്തിൽ തന്നെ ധാരാളം നോമ്പ് നോറ്റ് റമദാന്റെ ആ പ്രയാസത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തത് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ നിലക്ക് റമദാനിന് മുൻകൂട്ടി ഒരുങ്ങി തയ്യാറാവുക, അങ്ങനെ തയ്യാറാകുമ്പോൾ മാത്രമേ റമദാൻ നമുക്ക് സാർത്ഥകമായ ഒരു സംഗതിയായി മാറുകയുള്ളൂ. ഇനി വമിൻ തുറുഖി ഇസ്തിഖ്ബാൽ റമദാൻ, റമദാൻ നമ്മൾ വരവേൽക്കുമ്പോ അതിന് ഒരുപാട് വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്താണ്? ഒന്ന് തസ്ഹീഹുൻ നിയ്യ, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. തസ്ഹീഹുൻ നിയ്യ. രണ്ടാമത്തേത് തർത്തീബുൽ അവ്വലിയാത്ത്, അവ്വലിയാത്തുകളെ ക്രമപ്പെടുത്തുക, നമ്മുടെ മുൻഗണനാക്രമങ്ങൾ നേരെയാക്കണം. റമദാൻ മാസത്തിലെ ഒരു ദിവസം ഓരോ ദിവസവും കഴിഞ്ഞ് കടന്നു പോകുമ്പോ എങ്ങനെ ഏതുകൊണ്ട് നമ്മൾ തുടങ്ങണം, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു മുൻഗണനാക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുൻഗണന എന്താണ്? ദിവസത്തിലെ 5 നേരത്തെ നമസ്കാരങ്ങൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിർവഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു അവ്വലിയാത്ത് ഉണ്ടാകണം. അതായത് സുബഹി നിസ്കാരം മുതൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് കടന്ന് മഗ്രിബ് വരെയുള്ള ഇശാ വരെയുള്ള സമയത്തിൽ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളും ജമാഅത്തായി തന്നെ നിസ്കരിക്കുവാനുള്ള ഒരു ക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതാണ് ഒന്നാമതായി റമദാനിൽ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതുപോലെ തഹിയ്യത്തുൽ ഖൽബ് ഖബ്ലൽ ജസദ്, നമ്മുടെ ശരീരം തയ്യാറാകുന്നതിന് മുമ്പ് മനസ്സ് തയ്യാറാകണം. റമദാനെ വരവേൽക്കാൻ മനസ്സാണ് തയ്യാറാകണ്ടേ, ശരീരത്തെ തയ്യാറാക്കുന്നതിന് മുമ്പ് മനസ്സിനെ തയ്യാറാക്കണം. ഹാദിഹി മിൻ അഅ്ളമിൽ ഇസ്തിഅദാദാത്തിൽ റമദാൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ റമദാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലതി തുഈനുൽ മുസ്ലിമ, ആ സംഗതികൾ ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കുന്നു. അലഗ്തിനാമി അയ്യാമിഹി വലയാലിഹി, അതിന്റെ രാത്രികളെയും അതിന്റെ പകലുകളെയും ഉപയോഗപ്പെടുത്തുക എന്നതിന് സഹായിക്കുന്നു. ദൂന ഫതൂരിൻ വലാ തഖ്സീർ, ഒരു തരത്തിലുള്ള പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും വരുത്താതെ റമദാൻ മാസത്തിന്റെ രാപ്പകലുകളെ, അതിന്റെ ഇബാദത്തുകളെ, അതിന്റെ പുണ്യകർമ്മങ്ങളെ ശരിയായ സമയത്തിൽ ഉപയോഗപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സംഗതിയാകുന്നു ഇത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ റമദാനെ വരവേൽക്കുന്നതിന് മുമ്പായി ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാകണം. അതേപോലെ തന്നെ എന്താണ് റമദാൻ, എന്താണ് നോമ്പ് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. അറിവിലൂടെ മാത്രമേ നമുക്ക് ഏത് കർമ്മവും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റും. എന്ത് സംഗതിയാണെങ്കിലും നമ്മുടെ ഭൗതിക ലോകത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പണിയാണെങ്കിലും ശരി, അതിന് മുൻകൂട്ടി കൃത്യമായ ധാരണകളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. അപ്പോഴേ ആ പണി നേരെയാകും. അതേപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും അത് ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്കുണ്ടാകണം. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ അറിവുകളാണ് നമുക്കുണ്ടാകേണ്ടത്? ഒന്നാമതായി, എന്താണ് റമദാനിലെ നോമ്പ്, അതിന്റെ അർക്കാനുകൾ എന്തൊക്കെയാണ്, അതിന്റെ ശുറൂത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ ആദാബുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കാന്നല്ലാൽ. ഒന്നാമതായി അതിന്റെ അർക്കാൻ, നോമ്പിന്റെ അർക്കാനുകൾ എന്താണ്? ഒന്നാമത്തെ അർക്കാൻ അന്നിയ്യത്തു,
നിയ്യത്തുണ്ടാവുക എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് കരുതലുണ്ടാകുക. റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ റമദാനാണ് വരുന്നത് എന്നൊരു ഓർമ്മ ഉണ്ടാകുക. റമദാനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചിന്ത ഉണ്ടാവുക. അതേപോലെ തന്നെ ഓരോ നോമ്പും നോൽക്കുന്നതിന് മുമ്പ് തന്നെ ഫജ്ർ വരുന്നതിന് മുമ്പ് നോമ്പിനെ കുറിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ നിയ്യത്തുണ്ടാവുക എന്നുള്ളത് എന്താണ്? ഒരു അമല് കബൂലാകാനുള്ള അർക്കാനാണ്. അതില്ലെങ്കിൽ പിന്നെ ആ കർമ്മല്ല. ഒരു ഇബാദത്തിന്റെ റുക്കിന് എന്ന് പറഞ്ഞാൽ ആ റുക്കിന് നഷ്ടപ്പെട്ടാൽ ആ കർമ്മമില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈ നിലക്ക് നിയ്യത്തുള്ളവനാകണം. ഖബല ദുഖൂലി വഖ്തിൽ ഫജ്ർ, ഫജ്ർ കടന്നു വരുന്നതിന് മുമ്പ് നിയ്യത്തുള്ളവനാകുക. രണ്ടാമത്തെ റുക്കിൻ എന്താണ്? അൽ ഇംസാഖ്, ഇംസാഖ് ഉണ്ടാകണം. എന്തിനാ ഇംസാഖ് ഉണ്ടാകേണ്ടത്? ഈ ഇംസാഖ് എന്ന് പറയുന്ന സംഗതി സാക്ഷാത്കരിക്കപ്പെടുന്നത് നോമ്പ് മുറിയുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ്. നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയണം. പകൽ മുഴുവനും മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്ർ മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിൽക്കുക എന്നതാണ് എന്ത്? നോമ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതെന്താ? റുക്നാണ്. മൂന്നാമത്തെ എന്താ? തൗസീഖുൽ ഇൻദിബാത്ത് ബിആദാബി സിയാം മഅ ഇഹ്തിലാരി നിയ്യ വ റിഖാബത്തില്ലാഹി സുബ്ഹാനഹു വ തആല. അതായത് നമ്മൾ നോമ്പുകാരനായാൽ, റമദാൻ മാസത്തിൽ കയറി കഴിഞ്ഞാൽ നോമ്പുകാരനായി ഓരോ നോമ്പുകാരനും ഈ സമയങ്ങൾ മുഴുവനും അവന്റെ മനസ്സിൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന നിയ്യത്ത് ഇസ്തിഹ്ദാറാകണമെന്ന, അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞാനൊരു നോമ്പുകാരനാണ് എന്ന വിചാരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ വിചാരം തെറ്റുമ്പോ നോമ്പിന്റെ സാധുതക്ക് ഭംഗം വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇപ്പൊ നോമ്പ് ബാത്തിലായി പോകാനുള്ള കാരണങ്ങൾ വരും. അതൊന്നും ഇല്ലാതെ നമ്മൾ നോമ്പുകാരനാണെന്ന ചിന്ത നിലനിർത്തിക്കൊണ്ടിരിക്കണം. അത് റുക്നിൽപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നോമ്പിന് ഷർത്തുകളുണ്ട്. എന്താ ഷർത്ത്? ശുറൂത്തുൻ വാജിബ, നിർബന്ധമായ ഷർത്ത്. അതിലെന്താണ്? ഒന്നാമത്തത് ഇസ്ലാമാവുക എന്നല്ല. ഇസ്ലാമല്ലാത്തവൻ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല. ഇത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഇബാദത്താണ്. അള്ളാഹു ഇബാദത്തുകൾ സ്വീകരിക്കാൻ ഒന്നാമത്തെ ഷർത്ത് എന്താ? മുഅ്മിനും മുസ്ലിമുമായിരിക്കണം എന്നല്ല. മുഅ്മിനും മുസ്ലിമുമായ ഒരാൾ ചെയ്യുന്ന ഇബാദത്ത് മാത്രമേ അള്ളാഹുവിങ്കൽ കബൂലാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം അൽ ബുലൂഗ്. ആരാ ചെയ്യേണ്ടത്? ആഖിലും ബാലിഗുമായവനായ ആളായിരിക്കണം ചെയ്യേണ്ടത്. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ. ഭ്രാന്തനായ ഒരാൾക്ക് അമലില്ല. അതുപോലെ തന്നെ കുട്ടി ആയ ഒരാൾക്ക് അമലില്ല, അവൻ തക്ലീഫില്ല. അപ്പൊ ആഖിലും ബാലിഗുമായിരിക്കണം. പിന്നെയോ തഹാറത്തിലായിരിക്കണം, ശുദ്ധിയിലായിരിക്കണം. എല്ലാ ഇബാദത്തുകൾക്കും ബാധകമായ ഒരു കാര്യമാണ് ശുദ്ധി ഉണ്ടാവുക. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണാണെങ്കിൽ അവൾ ഹൈല്, നിഫാസ് തുടങ്ങിയിട്ടുള്ള അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. പുരുഷനാണെങ്കിൽ അവൻ ജനാപത്തുകാരനായി ആകാൻ പാടില്ല. അത്തരത്തിൽ അശുദ്ധികൾ നോമ്പ് സമയത്ത് ഉണ്ടാകാൻ പാടില്ല. അശുദ്ധിയിൽ നിന്നും മുക്തമായവനായിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്താണ്? അൽ ഇഖാമ, നാട്ടിൽ താമസിക്കുന്നവനാകണം. നാട്ടിൽ താമസിക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? നോമ്പ് ഫറളുള്ളൂ. യാത്രക്കാരനോ അല്ലെങ്കിൽ രോഗിയോ ആണെങ്കിൽ അവൻ ആ സമയത്ത് ചെയ്തോളണമെന്നില്ല. വേറെ സമയത്ത് അത് ചെയ്തു വീട്ടിയാൽ മതി. അൽ ഖുദ്റത്തു അലാ അദാഇ സിയാം, നോമ്പ് നോൽക്കാനുള്ള കഴിവുണ്ടാവുക എന്നതാണ്. എന്തൊക്കെയാണ്? യാത്രക്കാരനാവുമ്പോൾ അതുപോലെ തന്നെ രോഗിയാകുമ്പോൾ അതിനുള്ള കഴിവില്ലാത്തവന് ഉദുറുണ്ട്. ഉദുറില്ലാത്ത ഒരാൾ ആ സമയത്ത് തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. അതാണ് നിർബന്ധമായ ശുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ. ഇനി ശുറൂത്തുൽ സിഹ്ഹത്തിഹി, നോമ്പ് സഹീഹായി തീരാനുള്ള ഷർത്ത് എന്താണ്? അതും അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കണം. അത്തമീസ്, ബഖദരിയുള്ളവനായിരിക്കണം, ബുദ്ധിയുള്ളവനായിരിക്കണം, ശുദ്ധിയിലായിരിക്കണം. അതുപോലെ അൽ വഖ്തുൽ ഖാബിലു ലിസ്സൗമി, നോമ്പ് സ്വീകരിക്കപ്പെടേണ്ട സമയത്ത് ചെയ്യണം. അതെവിടെയാണ്? റമളാൻ, റമളാൻ മാസാണ്. റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ആ സമയത്തല്ലാതെ വേറെ സമയത്ത് നീട്ടിയിട്ട് കാര്യമില്ല. സമയത്ത് ചെയ്യണം. ഇപ്പൊ ലോഹറ് നിസ്കരിക്കേണ്ടപ്പോഴാ ലോഹറിനൊരു സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം.
അതേപോലെ തന്നെ റമദാനിൽ ആരോഗ്യവാനായി നിൽക്കുന്ന ഒരാൾ റമദാനിൽ തന്നെ ചെയ്യണം. ഉദറില്ലാത്ത ഒരാൾക്ക് റമദാനല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ റമദാൻ എന്നുള്ളത് നോമ്പ് നിൽക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. ആ സമയത്ത് തന്നെ അത് ചെയ്യണം. അത് സഹീഹാകാനുള്ള നിബന്ധനയാകുന്നു അത്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? നോമ്പിന്റെ അർക്കാനുകൾ എന്താന്ന് പറഞ്ഞു, ശുറൂത്ത് വാജിബ എന്താന്ന് പറഞ്ഞു, ശുറൂത്ത് സിഹത്ത് എന്താന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നോമ്പിന്റെ ആദാബുകൾ എന്താണ് എന്നും നമ്മൾ പഠിക്കണം. അതെന്താണ്? ആദാബു സിയാമി എന്താണ്? ഒന്നാമത്തെ അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. സിയാം, നോമ്പിന്റെ കാര്യത്തിൽ ഇഖ്ലാസ്. എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവുക? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വല്ലവനും റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ എങ്ങനെ നിൽക്കണം? ഈമാനൻ, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടും കൂടി. രണ്ട് സംഗതിയാണ്. ഒന്ന്, വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുകയും അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രവും ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ കഴിഞ്ഞുപോയിട്ടുള്ള തെറ്റുകളെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാ. നാം ചെയ്യുന്ന അമല് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാനുള്ള ഇഖ്ലാസ് ഒരാൾക്ക് ഉണ്ടാവുക. അതെല്ലാ അമലുകൾക്കും ബാധകമായതുപോലെ തന്നെ നോമ്പിനും ബാധകമായ കാര്യമാണ്. രണ്ടാമത്തത് തബിയത്തുൻ നിയ്യ, രാത്രിയിൽ തന്നെ നിയ്യത്തുണ്ടാകണം. രാത്രിയിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാൾ ഫജ്റാകുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തെ നോമ്പിനെ കുറിച്ച് മനസ്സിലുണ്ടാകണം. ഹബ്സ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ലാ സിയാമ ലിമൻ ലം യുജ്മഇ സിയാമ ഖബ്ലൽ ഫജ്ർ. ഫജ്റാകുന്നതിന് മുമ്പ് നോമ്പിനെ കുറിച്ച് മനസ്സിൽ രൂപപ്പെടുത്താത്തവരായ ആളുകൾക്ക് നോമ്പില്ല. അത് റുക്നിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് നോമ്പിന്റെ അദബിൽപ്പെട്ട കാര്യവുമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇസ്തിഹ്ബാബ് കസ്റത്തി സദഖാത്ത്. നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഔദാര്യം ഒഴുകുന്ന സമയമാണ്. വിശ്വാസിയുടെ ഔദാര്യം ഒഴുകേണ്ട ഒരു സമയമാണ്. ധാരാളം സദഖ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പുണ്യപ്പെട്ട മുസ്തഹബായ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യമുള്ളവനായ ആളായിരുന്നു. റസൂലുള്ളാഹിന്റെ ആ ഔദാര്യം ഏറ്റവും അധികം ഉണ്ടായിരുന്നത് റമളാൻ മാസത്തിലായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. അപ്പൊ റമളാൻ ഔദാര്യത്തിന്റെ സദഖയുടെ മാസമാണ്. അത് ചെയ്തുകൊണ്ട് റമളാന്റെ രാപ്പകലുകളെ നമ്മൾ ധന്യമാക്കി തീർക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം അൻ യഖൂല ഇദാ ശുതിമ ഇന്നി സായിം. നോമ്പുകാരൻ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അദബ് എന്താണ്? അത് ഇംസാക്കാണ്. നേരത്തെ ഭക്ഷണവും പാനീയവും ഒഴിവാക്കൽ മാത്രമല്ല, അതല്ലാതെ നോമ്പിന്റെ മഹത്വത്തിന് ഭംഗം വരുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു അമലി ബനി ആദമ ലഹു ഇല്ല സിയാം. നോമ്പല്ലാത്ത എല്ലാ അമലുകളും, മനുഷ്യന്റെ അമലുകളും അവനുള്ളതാണ്. ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. ആ നോമ്പാകട്ടെ എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത് ഞാനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. നോമ്പിന്റെ മഹത്വമാണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ്. ഒരാൾ 5 നേരം നിസ്കരിക്കുന്നു, അവന്റെ നിസ്കാരം പല ആൾക്കാരും കാണുന്നു. അവൻ സദഖ കൊടുക്കുന്നു, പലരും അത് അറിയുന്നു, കാണുന്നു. അങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം നിശ്ചിതമായ കൂലി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വരും? ഇരട്ടിയായി ചിലപ്പം വരും, കൂടുതൽ ഇരട്ടിയായി കൊടുക്കും. അതിനുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? നോമ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അറിയൂ. അതായത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രം, അയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഇബാദത്താകുന്നു നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഫഇന്നഹു ലീ, അത് എനിക്ക് വേണ്ടിയാണ് ആ ഇബാദത്ത് അവൻ ചെയ്യുന്നത്. വഅന അജ്സീ ബിഹി, അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത് നാമാണ്. ഒരാളുടെ നോമ്പിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമായി അല്ലാഹു തആല നൽകും എന്നാണ് അതിന്റെ അർത്ഥം. വസിയാമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാനുള്ള
വരികയാണ്. അതുകൊണ്ട് ഇദാകാന യൗമ സൗമി അഹദിക്കും, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു നോമ്പ് ദിവസത്തിൽ നോമ്പിലായി കഴിഞ്ഞാൽ, ഒരാൾ റമദാൻ നോമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലാ യർഫുസ് വലാ യസ്ഖബ്, അവൻ ഒരിക്കലും അനാവശ്യമായ വർത്താനം പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, തോന്നിവാസം പറയാൻ പാടില്ല. വലാ യസ്ഖബ്, ആരോടെങ്കിലും കയർത്ത് സംസാരിക്കാൻ പാടില്ല, ബഹളമുണ്ടാക്കാൻ പാടില്ല. അതൊക്കെ അവൻ നിർത്തിവെക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങോട്ട് ഒരുത്തം വന്ന് ചീത്ത വിളിച്ചാലോ, ഔ ഖാതലഹു, അല്ലെങ്കിൽ വല്ല അക്രമം നടത്തിയാലോ, ഫൽയഖുൽ, അപ്പോൾ അവൻ തിരിച്ചു പറയേണ്ടത് എന്താ? ഇന്നി ഇംറുഉൻ സായിം, ഞാൻ ഒരു നോമ്പ് നോറ്റ മനുഷ്യനാണ്, അതുകൊണ്ട് നിന്നോട് ഈ തരത്തിൽ പ്രതികരിക്കാൻ തൽക്കാലം എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കഴിയാൻ അവന് പറ്റണം. അപ്പോഴാണ് അവന്റെ നോമ്പ് സാർത്ഥകമായ നോമ്പായിത്തീരുന്നത്. വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെയാണ് സത്യം. ലഹലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത്യബു ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ അത് ഏറ്റവും വലിയ സുഗന്ധമുള്ളതാണ്. മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാളും സുഗന്ധമുള്ള, എന്ന് വെച്ചാൽ നാറുന്ന വായ കസ്തൂരിയാകും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വായ നാറുക എന്നുള്ളത് നോമ്പുകാരന് പ്രത്യേകമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അത് നോമ്പ് നോറ്റത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അത്രയും ചെറിയ ഒരു ബുദ്ധിമുട്ട് നോമ്പ് കൊണ്ട് ഒരാൾ അനുഭവിച്ചാൽ അതിന്റെ പ്രതിഫലം അത്രയും വലിയ മഹത്തരമാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്നാണ് അവൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. ലിസ്സാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. യഫ്റഹുഹുമാ, ആ രണ്ടവസരത്തിലും അവൻ സന്തോഷിക്കുന്നു. ഒന്ന് ഇദാ അഫ്തറ ഫരിഹ, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും. വൈകുന്നേര സമയത്ത് അതുവരെ അന്യപാനീയങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, അത് ദുനിയാവിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. എന്നാൽ അവൻ അള്ളാഹുവിനെ കാണുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഉണ്ടല്ലോ, അവന്റെ നോമ്പിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിൽ അവന് വരാവുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് രണ്ടാമത്തെ സന്തോഷം. അത് ദുനിയാവ് കിട്ടാത്ത, ആഖിറത്തിൽ മാത്രം കിട്ടുന്ന സന്തോഷമാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ നോമ്പിന്റെ അദബ് പാലിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അദബ് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ നോമ്പ് നിർവഹിക്കുക. അഞ്ചാമത്തെ കാര്യം തഅജീലുൽ ഫിത്ർ, നോമ്പ് നോറ്റവൻ അത് മുറിക്കേണ്ട സമയമായാൽ പിന്നെ വൈകാൻ പാടില്ല എന്നതാണ്. ലാ യസാലുന്നാസു ബിഖൈർ, ഓരോ മനുഷ്യന്മാരും ഖൈറിലായിരിക്കൊണ്ടിരിക്കും. മാ അജ്ജലു അൽ ഫിത്ർ, നോമ്പ് മുറിക്കാനുള്ള ധൃതി അവൻ കാണിക്കുന്നതോടൊപ്പം. നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കാന്നാണ് എന്താ? നോമ്പ് മുറിക്കാൻ സമയം ഉണ്ടാവും, 6:35 ഒരു സമയം ഉണ്ടാവും. ആ സമയമായിട്ട് പിന്നെയും 10 മിനിറ്റ് വൈകി പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ പാടില്ല. സമയമായി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആവുന്നത് അവർ ഖൈറിലാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഫിത്ർ, അതേപോലെ തന്നെ എന്തുകൊണ്ടാ തുറക്കേണ്ടത് അവിടെയും ചില അദബ് പറഞ്ഞിട്ടുണ്ട്. അൽ ഫിത്റു അലാ റുതബാത്തിൻ, ചില റുത്തുബകൾ കൊണ്ടാണ് തുറക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സംഗതിയാണ് റുതബ. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പച്ചയായി പഴുത്ത് കിടക്കുന്ന മരത്തിൽ നിന്ന് പറിക്കാൻ പറ്റുന്ന കാരക്ക ഉണ്ടാവും, പഴുത്ത് കിടക്കുന്ന പഴം, അതുകൊണ്ടാണ് തുറക്കേണ്ടത്. ബഅദൽ ഖുറൂബി മുബാശറ, പിന്നെ അസ്തമനം നടന്നാൽ ഉടനെ തന്നെ റുതബ കൊണ്ട് തുറക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ, ഏതാനും റുതബകൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നിരുന്നത്. ഖബ്ല അൻ യുസല്ലിയ, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് റുതബ കൊണ്ട് തുറന്നിരുന്നു. ഇനി വഇല്ലം തകുൻ റുതബാത്ത്, ആ റുതബ കിട്ടാനില്ലെങ്കിലോ പിന്നെ തംബ്ര കൊണ്ടാണ്, കാരക്ക കൊണ്ട് തുറക്കുക. അല്ലെങ്കിലോ വയലം തക്കുൻ, അതും കിട്ടിയില്ലെങ്കിലോ ഏതാനും കോരിൽ വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് റസൂൽ നോമ്പ് തുറന്നു. അപ്പൊ ഇത് നമ്മൾ അനുവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട് കാരക്കുള്ള നാടല്ല, പക്ഷെ നമ്മൾ കാരക്ക വരുത്തിച്ച് നോമ്പ് തുറക്കുന്നത് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ
പിൻപറ്റിക്കൊണ്ട് ഓരോ ഇബാദത്തുകളും നിർവഹിക്കപ്പെടുമ്പോ അതാണ് അതിന്റെ ചൈതന്യവത്തായ ആരാധനയായി മാറുന്നത്. അതേപോലെ തന്നെ ആറാമത്തെ കാര്യം റമളാനെ ധന്യമാക്കാൻ വേണ്ട എന്താ? ഇസ്തിഹ്ബാബു കസ്റത്തി തിലാവത്തിൽ ഖുർആനി ഫീ റമളാൻ. റമളാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഓതുക. അതൊക്കെ നാട്ടിൽ നിന്ന് ഏകദേശം എടുക്കപ്പെട്ടൊരു സംഗതിയായി മാറിയിട്ടുണ്ട്. ഖുർആൻ ഓതുക, വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുക, അതൊക്കെ കുറഞ്ഞു വരികയാണ്. ഏതായിരുന്നാലും ഒരു ദിവസത്തിൽ 3 ജുസ് വെച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് 3 ഖത്തം തീർക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ റമളാൻ മാസം ഖുർആൻ ഓതാനുള്ള ഒരു സമയമായി നമ്മൾ എടുക്കുക എന്നുള്ളത് റമളാനിനെ ചൈതന്യധന്യമാക്കാൻ ഉപയുക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇജാബത്ത് കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് സലാസുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 വിഭാഗം ആളുകൾ, 3 സംഗതികൾ ലാ തുറദ്ദു ദഅവതുഹും, അവരുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. 3 വിഭാഗത്തിന്റെ പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. ഒന്നാമത്തെ അസ്സായിമു ഹത്താ യുഫ്തിറ, ഒരാൾ നോമ്പുകാരനായി അത് തുറക്കുന്നത് വരെയുള്ള സമയത്തിനിടയിലുള്ള അവന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ഇമാമുൽ ആദിൽ, നീതിപൂർവം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ പ്രാർത്ഥന. മൂന്നാമത്തത് ദഅവത്തുൽ മദ്ലൂം, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അത് അല്ലാഹുവിങ്കൽ തടയപ്പെടുന്ന, ഇജാബത്ത് ഇല്ലാതെ പോകുന്ന പ്രാർത്ഥനയല്ല, ഇജാബത്ത് ഉണ്ടാകും എന്ന് നിശ്ചയമായി ഉറപ്പിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പറയുന്നത് എന്തിനാ? റമളാൻ മാസം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മൾ ഇബാദത്തിലായിക്കൊണ്ടിരിക്കെ ഉള്ള പ്രാർത്ഥനകൾ അത് ഫലപ്രദമായ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അദ്മു തർക്കി സഹൂർ, അത്താഴം കഴിക്കുക എന്ന് ഉപേക്ഷിക്കാതിരിക്കുക. അത്താഴം കഴിക്കാനുള്ളത് എന്താണ്? നോമ്പിന്റെ ഒരു അദബാണ്, ഒരു മര്യാദയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്കൊരു ബറക്കത്തുണ്ട്, നോമ്പിന്റെ ബറക്കത്തും അതിലുണ്ട്. എന്നിട്ട് വിശദീകരിച്ചു ഫളുമാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ്, നമ്മുടെ നോമ്പും അഹ്ലി കിതാബുകാരായ ആളുകളുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്ലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. നമ്മൾ അത്താഴം കഴിക്കും, അവരൊന്നും അത്താഴം കഴിക്കാത്തവരാണ്. അപ്പൊ അത്താഴം കഴിക്കണമെന്ന് പ്രേരിപ്പിക്കുകയും അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. എട്ടാമത്തെ കാര്യം തഫ്തീറുസ് സായിമീൻ, നോമ്പ് നോക്കുന്നവരായ ആളുകളെ നോമ്പ് തുറപ്പിക്കുക. അതുകൊണ്ടാണ് റമളാൻ ചൈതന്യമാകാനുള്ള ഒരു സംഗതിയാണ്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ശൈആ. ഒരു നോമ്പുകാരൻ മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൂലിയും കുറയാത്ത, നോറ്റവന്റെ കൂലി കുറയാതെ തുറപ്പിച്ചവന് അതിന്റെ കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 9ാമത്തെ കാര്യം അൽ-തഹ്രീമു അലാ സലാത്തി തറാവീഹ്, അൽ-ഹിർസു അലാ സലാത്തി തറാവീഹ്. റമളാൻ ഏറ്റവും ചൈതന്യമായി നമുക്ക് അനുഭവപ്പെടുന്ന എപ്പോഴാണ്? രാത്രി നിസ്കരിക്കുമ്പോഴാണ്, തറാവീഹ് നിസ്കരിക്കുമ്പോഴാണ്. അത് ഖിയാമുൽ ലൈലിൽ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണെങ്കിലും റമളാൻ മാസത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായിക്കൊണ്ട് ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ടുള്ളത്. അതിന്റെ പേരാണ് തറാവീഹ്. ആ തറാവീഹ് ജമാഅത്തായി നിർവഹിക്കുക എന്നത് റമളാൻ നമുക്ക് ചൈതന്യമായി തീരാൻ ആവശ്യമായിട്ടുള്ള കാര്യമാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് റമളാനിലേക്ക് കടന്നാൽ നമ്മൾ പാലിക്കപ്പെടേണ്ട അദബുകൾ. അപ്പോ ഒരു ഇബാദത്തിന്റെ അർക്കാനുകൾ എന്താണെന്നും അതിന്റെ ശുറൂത്തുകൾ എന്താണെന്നും അതിന്റെ ആദാബുകൾ എന്താണെന്നും ശരിക്കും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വേണം ആ ഇബാദത്ത് നമ്മൾ അനുവർത്തിക്കുക. അപ്പോൾ മാത്രമേ അത് സമ്പൂർണമായി തീരുകയുള്ളൂ എന്ന അറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ എല്ലാ നിയമങ്ങൾക്കും വിധേയമായിക്കൊണ്ട് ഈ ഇബാദത്തുകൾ നിർവഹിക്കാനും നോമ്പ് നോൽക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയും കാരുണ്യവും നേടുവാനും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടി സ്വർഗപ്രവേശനം നേടുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ റമദാൻ നമ്മൾ എങ്ങനെയാണ് റമദാനെ വരവേൽക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത്. റമദാൻ മാസത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ചില ഔലവിയാത്തുകളുണ്ട് എന്നുള്ളത്. കൃത്യമായ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു മുൻധാരണ നമുക്കുണ്ടാവും, ചില പ്ലാനുകൾ നമുക്കുണ്ടാവും. ആ പ്ലാന് നമുക്ക് റമദാനിൽ ഉണ്ടാകണം. മുൻകൂട്ടിയുള്ള ചില പ്ലാൻ വേണം. മിൻ ഇസ്തിഫാദത്തി മിൻ റമദാനെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ അപ്പൊ റമദാൻ മാസത്തിലെ രാവുകളും പകലുകളും അതിന്റെ സമയങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ ആയിത്തീരാൻ ആവശ്യമായ ചില ബർനാമജുകൾ, ചില പരിപാടികൾ, പദ്ധതികൾ മുൻകൂട്ടി നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ രാത്രി നമ്മൾ ഉണരുന്ന എപ്പോഴാണ്? അത്താഴത്തിന് ഉണർന്ന സമയം എപ്പോഴാണ്? ആ സമയം മുതൽ മഗ്‌രിബാവുന്ന സമയം വരെ, പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം വരെ ചെയ്യാവുന്ന അമലുകളെ കുറിച്ച് ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര സമയത്ത് ഖുർആൻ പാരായണം ചെയ്യണം, ഇന്ന സമയത്ത് ജമാഅത്തിന് പങ്കെടുക്കണം, ഇന്ന സമയത്ത് തറാവീന് പോകണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് മുൻകൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും റമദാന്റെ മഹത്വങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാ രീതിയിൽ റമദാൻ വിനിയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം.